അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ച് ഒന്നിച്ചായി ഒരു വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്ന ഒരു സിനിമയാണ് പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ. ഏകദേശം 18-19 കൊല്ലത്തിന് ശേഷമാണ് മമ്മൂക്ക ലാലേട്ടൻ ഒന്നിച്ച് അഭിനയിച്ച ഒരു ചിത്രം വരുന്നത്. അപ്പോൾ ഈ പാട്രിയറ്റിന് ഇപ്പോൾ ഒരു ചെറിയൊരു വിലക്ക് വന്നിരിക്കുകയാണ്. വിലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ഉടമകളും അതുപോലെ തന്നെ നിർമ്മാതാക്കളും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ ഇത് പാട്രിയറ്റിന് വിലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ റിലീസാകുന്ന സമയത്ത്, അതായത് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ചകളിൽ 60%, അതുപോലെ തന്നെ 58%, അതുപോലെ തന്നെ 50% എന്നിങ്ങനെയാണ് നിർമ്മാതാക്കൾക്ക് തിയേറ്റർ ഉടമകൾ നൽകേണ്ടത്. അപ്പോൾ ഈ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമക്ക് അവർ പറയുന്നത്, നിർമ്മാതാക്കൾ പറയുന്നത്, തിയേറ്റർ ഉടമകൾ എന്ത് ചെയ്യണം, 60% തന്നെ ആദ്യത്തെ രണ്ടാഴ്ചകളിൽ നൽകണം എന്നാണ് പറയുന്നത്. അപ്പോൾ തിയേറ്റർ ഉടമകൾ പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ നൽകി കഴിഞ്ഞാൽ തിയേറ്റർ ഉടമകൾക്ക് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, ഇത് റിലീസായി മറ്റേ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ വൻ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഹിറ്റായിരിക്കും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്ര ഹിറ്റായി മാറാൻ സാധ്യതയുള്ള സിനിമയാണ് ഇത് പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ ടി നിർമ്മാതാക്കൾ ഒരു കരാർ വെച്ചിരിക്കുകയാണ് തിയേറ്റർ ഉടമകളുമായിട്ട്. എന്ത്, ഈ 60% അവർക്ക് ആദ്യത്തെ രണ്ടാഴ്ചയിൽ 60% തിയേറ്റർ ഉടമകൾ നിർമ്മാതാക്കൾക്ക് നൽകണം എന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. അപ്പോൾ തിയേറ്റർ ഉടമകൾ പറയുന്നത് എന്താണ്, അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല, തിയേറ്റർ ഉടമകൾക്ക് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അത് അവർ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോയി ഉടൻ തന്നെ സിനിമ റിലീസിനുള്ള കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ തയ്യാറാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആരും എന്ത് ചെയ്യണ്ട, ടെൻഷൻ ആവേണ്ട. ന്യൂസുകൾ ഇങ്ങനെ അടിച്ചടിച്ച് വിടും, കാരണം സ്വാഭാവികമാണല്ലോ. കാരണം ഇതൊരു പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ വൻ ഹിറ്റാവാൻ വേണ്ടി, അതുപോലെ തന്നെ വൻ വിജയമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കൂടി കാത്തിരിക്കുന്ന സിനിമയാണ് ഈ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ. അപ്പൊ അതിനെപ്പറ്റി ഒരു ന്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഹലാക്കിന്റെ ഒരു സുകന്യാക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അപ്പൊ അതിലൊരു കാര്യം ഇതൊന്നുമില്ല. അപ്പൊ തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കില്ല എന്നല്ല, കാരണം തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കാതെ മലയാളത്തിന്റെ വൻ താരങ്ങളാണ് അണിനിരക്കുന്നത്, മമ്മൂട്ടി, ലാലേട്ടൻ. അപ്പൊ പിന്നെ ആ സിനിമ കേരളത്തിൽ റിലീസാക്കാതിരിക്കാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല. ഇത് റിലീസാകാതിരിക്കാനുള്ളത്, മലയാളത്തിന്റെ താരങ്ങളും അണിനിരക്കുമ്പോൾ മലയാളത്തിനല്ലേ റിലീസാക്കേണ്ടത് ഫസ്റ്റ്. അപ്പൊ ആ ലെവലിൽ എന്ത് ചെയ്യണ്ട, അതിനെ വെറുതെ ഹലാക്കിന്റെ അവലുസും കഞ്ഞി വളച്ചൊടിക്കാൻ നിൽക്കണ്ട. സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യും. ഇതൊക്കെ ചർച്ച ചെയ്ത് വൻ പരിഹാരം കണ്ടെത്തിയിരിക്കും. കാരണം പ്രത്യേകിച്ച് തന്നെ നമ്മളെ മുത്തുമണികളാണ് ആര്, ലാലേട്ടൻ, മമ്മൂട്ടി, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബി, ആ ലെവലിലേക്കുള്ള ടീമുകൾ, വൻ താരനിര തന്നെ അണിനിരക്കുന്ന സിനിമയാണ്. പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര. അപ്പൊ ആ ലെവലിലൊക്കെ അടിപൊളിയായിട്ടുള്ള റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.